എല്ലാവർക്കും അയ്യപ്പനെക്കുറിച്ചാണ് പറയാനുള്ളത്. അവിടെ എന്ത് സംഭവിച്ചു എന്ന്. മറ്റൊന്ന് ഈ അപകടത്തെക്കുറിച്ചാണ്. ഈ ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ദാരുണ അന്ത്യം, അതേക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടും അവരാരും പഠിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവർക്ക് അതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവരെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി നോക്കാവുന്നതേ ഉള്ളൂ, നോക്കേണ്ടതാണ്. കൃത്യമായ മാനദണ്ഡങ്ങളോടെ മാത്രം ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാവുന്നതാണ്. അവരാണ് അത് ചെയ്യിപ്പിക്കാത്തത്. അതുകൊണ്ട് അവർക്കെതിരെയാണ് നടപടി ഉണ്ടാവേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അവനവൻ്റെ സുരക്ഷയെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണെങ്കിൽ പോലും തൊഴിലാളികളാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരുപക്ഷെ ഈ ജോലിക്ക് ഇറങ്ങിയെന്നിരിക്കും. അതിൽ അപകടമുണ്ടോ ഇല്ലയോ എന്നത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനുള്ള മനുഷ്യർ ഉണ്ടെന്നിരിക്കെ അത് ചെയ്യാതിരിക്കുന്നത് മോശമാണ്. ഇന്ന് മഹാനവമിയല്ലേ? കൊല്ലൂർ മൂകാംബിക ദേവീക്ഷേത്രത്തിൽ മഹാനവമി നാളിൽ ദർശനത്തിനെത്തിയത് ആയിരങ്ങളാണ്. ദേവിയെ ഒരു നോക്ക് കാണാനും രഥോത്സവത്തിൽ പങ്കെടുക്കാനുമായി എത്തുന്ന ഭക്തജനങ്ങൾ വിജയദശമി നാളിലെ സരസ്വതി പൂജയ്ക്ക് ശേഷമാവും നാടുകളിലേക്ക് മടങ്ങുക. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. ഇനി വിജയദശമി നാളുകൂടി കഴിഞ്ഞായിരിക്കും എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുക. മലയാളികളടക്കമുള്ളവർ നിരവധി പേരുണ്ടോ? ഏറ്റവും പുതിയ വിശേഷങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമാണ് മൂകാംബിക സന്നിധി. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ഭക്തർ ഇപ്പോൾ ദേവി സന്നിധിയിലേക്ക് എത്തുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് പുഷ്പരഥോത്സവമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 സവിശേഷ മുഹൂർത്തത്തിലാണ് ദേവി ഈ ഇത്തരത്തിൽ രഥോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പുഷ്പരഥത്തിൽ എഴുന്നള്ളുക. അതിനുശേഷം പിന്നീട് നാണയപൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നാണയമടക്കം വിതരണം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന നാണയത്തൊട്ടുകൾ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ഏറെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് എല്ലാ വിശ്വാസികളും, എല്ലാ ഭക്തരും ഒരുപോലെ തന്നെ വിശ്വസിക്കുന്നത്. ഏറ്റവും സവിശേഷമായൊരു കാര്യം, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേവി കൂടിയാണ് മൂകാംബിക ദേവി. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ കലാകാരന്മാരെയൊക്കത്തിനെ സംബന്ധിച്ച് അവർ അമ്മയുടെ സ്ഥാനം നൽകി ആദരിക്കുന്ന, ഭക്തിയാദരപൂർവ്വം വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ഭഗവതിയാണ് മൂകാംബിക ദേവി. അപ്പോൾ അത്രത്തോളം വലിയ തോതിൽ നമുക്ക് ഇവിടെ മുഴുവൻ കാണാൻ സാധിക്കുന്നത് മലയാളികളെയാണ്. വലിയ തോതിൽ മലയാളികളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ്? വയനാട്. അല്ലല്ല, ഞങ്ങളുടെ എല്ലാ വർഷവും വരുന്നതാണ്. എല്ലാ വർഷവും വരുന്നതാണ്. ഒരു മൂകാംബിക ഭക്തനാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ആവേശമാണ്. അതുകൊണ്ടാണ്. അല്ല, ഞാൻ ഇപ്പോൾ 3 തവണയായി. എല്ലാ കൊല്ലവും രഥോത്സവത്തിൻ്റെ സമയത്ത് വരാറുള്ളതാണ്. അതെ, അത് എല്ലാ കൊല്ലവും പറ്റുന്ന പോലെ രഥോത്സവത്തിന് പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാ കൊല്ലവും അതിന് വന്ന് പങ്കെടുക്കാറുണ്ട്. എനിക്ക് അച്ഛനെപ്പോഴും കിട്ടാറുണ്ട്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കണ്ണൂർ തളിപ്പറമ്പ് മിക്കവാറും എല്ലാ മാസവും വരാറുണ്ട്. ഇല്ല, കഴിഞ്ഞ വർഷത്തേക്കാളും അത്രയേ ഉള്ളൂ, കൂടുതലില്ല. അത്രയേ ഉള്ളൂ. സാറങ്ങ്, നമ്മുടെ ക്യാമറയ്ക്ക് കാണാൻ കഴിയുമെങ്കിൽ പ്രേക്ഷകർക്കായി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഈ കുഞ്ഞുങ്ങളെയൊക്കെ എഴുത്തിനിരുത്താനായി ഒരുപാട് പേരെത്താറുണ്ട്. അങ്ങനെ വാത്സല്യത്തോടുകൂടി നമുക്കൊക്കെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ദൃശ്യം കൂടിയാണത്. ഈ വിജയദശമിയിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് അത്തരത്തിൽ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ടാവും അല്ലേ? മോത്തി, കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ പ്രധാനമായും നമ്മൾ മലയാളികളെ സംബന്ധിച്ചൊക്കെ തന്നെ ദശമി നാളിൽ എഴുത്തിനിരുത്തുക എന്നുള്ള ഒരു സമ്പ്രദായമാണ് നമ്മൾ പാരമ്പര്യമായി തുടർന്ന് പോരാറുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇന്ന് വൈകിട്ടോട് കൂടിയൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുക. ഓലക മണ്ഡപത്തിലും അതോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന സരസ്വതി മണ്ഡപത്തിലുമായിരിക്കും കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ സാധാരണ എഴുത്തിനിരുത്തൽ ചടങ്ങുകളൊക്കെ തന്നെ നടത്താറുള്ളത്. പക്ഷേ ഇന്ന് തിരക്ക് പരിഗണിച്ചുകൊണ്ട് യാഗശാലയുടെ പരിസരങ്ങളിലേക്ക് ഇന്നും നാളെയൊക്കെ തന്നെ ഇത്തരത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ താൽക്കാലികമായി മാറ്റുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടേറെ ഭക്തർ, ഇപ്പോൾ വലിയ ഒരു നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ദേവി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ദേവിയെ ഒരു നോക്ക് കാണാനുള്ള ആ ഒരു കൊതി അവരുടെ, അല്ലെങ്കിൽ ആ ഒരു ഭക്തി അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് കണ്ണൂർ ആദ്യമായിട്ടാണോ? ഇല്ല, ഞാൻ വർഷത്തിലൊരു 5-6 തവണ വരും.
ദേവിയെ കാണണം ആഗ്രഹം വരുമ്പോൾ എല്ലാവരും ഇവിടെ എത്തിപ്പെടും. ദേവി അന്നപൂർണേശ്വരി സർവേശ്വരിയാണ്. സർവാംഗളമംഗല്യ ശിവ സർവാർത്ഥ സാധിക ശരണ്യ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. എല്ലാവരും വന്ന് അമ്മയെ കാണണം, തൊഴണം, അനുഗ്രഹം വാങ്ങണം, സന്തോഷത്തോടെ തിരിച്ചു പോകണം. മൂത്തി, ഇപ്പോൾ പല പല ജില്ലകളിൽ നിന്നുള്ള ഭക്തരെ നമ്മൾ കണ്ടു. മൂകാംബിക ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പല ഒരു സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസമാണ് മറ്റ് ഭക്തി ക്ഷേത്രങ്ങളിലുള്ള നിർഭരമായ ഈ അന്തരീക്ഷത്തിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. മഹാനവമി ദിനമായ ഇന്ന്